കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ അധ്യക്ഷൻ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ കമലാണ് ഇന്ന് വ്യൂ പോയിന്റിൽ എന്നോടൊപ്പം. സ്വജനപക്ഷപാതത്തിൻ്റെയും അഴിമതി ആരോപണങ്ങളുടെയും ക്രമരഹിതമായ നിയമനങ്ങളുടെയും പേരിൽ വിവാദങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന കേരള ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനത്തിൽ ഏതു തരത്തിലുള്ള മാറ്റമാണ് കമൽ അധ്യക്ഷനാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇതിനെല്ലാമുള്ള മറുപടിയാണ് വ്യൂ പോയിന്റിൽ നിന്ന് അന്വേഷിക്കുന്നത്. ശ്രീ കമൽ, വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. താങ്ക് യു. താങ്കൾ സ്ഥാനമേറ്റെടുത്ത് ആദ്യം തന്നെ പറഞ്ഞത് മലയാളത്തിൻ്റെ ചലച്ചിത്ര സംസ്കാരത്തെ നവീകരിക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യമെന്ന്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ചലച്ചിത്ര പ്രവർത്തകർ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് മലയാള സിനിമയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്ന, മേളയിൽ പ്രാമുഖ്യം കിട്ടുന്ന ഇടങ്ങളുണ്ടാകണം, അതൊന്ന്. പിന്നെ ചലച്ചിത്രം, നമ്മൾ മലയാള സിനിമ 70കളിലൊക്കെ പുലർത്തിയിരുന്ന ഒരു ഭാവുകത്വപരമായിട്ടുള്ള വലിയ മേന്മയുണ്ട്. അത് സാധാരണക്കാരുടെ ഇടയിൽ എത്തുന്നില്ല. ഇന്നും ഒറ്റപ്പെട്ട നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, അതിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ മുൻകാലങ്ങളിൽ സാധാരണക്കാരുടെ ഇടയിൽ എത്തിയ പോലെ അത് ആൾക്കാരുടെ ഇടയിൽ എത്താതെ പോകുന്നുണ്ട്. ഒരു പ്രത്യേക വിഭാഗം മാത്രം കാണുന്നു, അതല്ലെങ്കിൽ അവാർഡിന് മാത്രം പരിഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. അത് മാറി ഇത് പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലേക്കൊക്കെ തന്നെ എത്തണം. നല്ല സിനിമകൾ തിരഞ്ഞെടുക്കാൻ അവർക്ക് കഴിയണം, അവരെ പ്രാപ്തരാക്കണം. ഇത് നല്ല സിനിമ എന്ന് പറയുമ്പോൾ ഇതെന്താണ് ആ സിനിമയിൽ നല്ലത്, അവാർഡ് കിട്ടുന്നതൊക്കെ നല്ല സിനിമയാണോ, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്നതാണ് ഭൂരിപക്ഷം ആൾക്കാരും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? കൃത്യമായൊരു ചലച്ചിത്ര വിദ്യാഭ്യാസം നമ്മുടെ സാധാരണ പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നില്ല. അവരെ പോയി നമുക്ക് അങ്ങോട്ട് പഠിപ്പിക്കുകയല്ലാതെ അതിന് മാർഗ്ഗമില്ല. കാരണം അവർ ഇങ്ങോട്ട് വന്നത് മനസ്സിലാക്കും, തിരിച്ചറിയും, നമുക്കറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് അക്കാഡമിയോട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ശരിക്കും. ഈ സദുദ്ദേശങ്ങളാണ് ശ്രീ കമൽ താങ്കൾക്കുള്ളതെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ഥിരം അന്താരാഷ്ട്ര ചലച്ചിത്ര വേദി എന്ന ഒരു ആശയത്തെ താങ്കൾക്ക് പിന്തുണയ്ക്കാൻ കഴിയുക? ഉദാഹരണത്തിന് ഇപ്പോൾ കേരളം ഒരു ചെറിയ സ്ഥലമാണ്. അവിടെ ഗ്രാമപ്രദേശങ്ങളിലും ഒരുപക്ഷെ ഈ തിരുവിതാംകൂറിൽ നിന്ന് മാറി മലബാർ മേഖലകളിലുമൊക്കെയാണ് ഒരുപാട് സിനിമ ആസ്വാദകരും കലാകാരന്മാരും ഒക്കെ ഉള്ളത്. അവർക്കെല്ലാം വളരെ ആക്സസിബിൾ ആയിട്ടുള്ള തരത്തിൽ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു വേദിയല്ലേ കുറേ കൂടി താങ്കൾ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്താൻ അനുയോജ്യമായത്? എന്തിനാണ് ഒരു സ്ഥിരം അന്താരാഷ്ട്ര ചലച്ചിത്ര വേദി, മേളയ്ക്ക് വേണ്ടി ഒരു വേദി? കോംപ്ലക്സ് ഇത് രണ്ടും രണ്ടാണ്, അതാണ് അതിൻ്റെ വ്യത്യാസം. അതായത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം എന്ന് പറയുന്നതിന് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമായിട്ട് ബന്ധപ്പെട്ട് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് നമ്മൾ പാലിക്കണം. അത് പാലിച്ചാൽ മാത്രമേ നമുക്ക് ആ അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഫിയാഫ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടനയുണ്ട്. ആ സംഘടനയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ കീഴിലാണ് IFFK ഉള്ളത്. അപ്പോൾ അത് പാലിക്കണമെന്നുണ്ടെങ്കിൽ സ്ഥിരം വേദി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രൈം ക്രൈറ്റീരിയ. അപ്പോൾ അത് നമ്മൾ പാലിക്കണം, അതൊന്ന്. പിന്നെ ഒരു മേള നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടത്തിക്കൊണ്ട് പോകുന്ന ഒരുപാട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്, ഒരുപാട് ആൾക്കാരെ നമ്മളതിൽ ഇത് ചെയ്യേണ്ടത്. ഇതൊക്കെ പല സ്ഥലങ്ങളിൽ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. ഇപ്പോൾ മേള ഡിസംബറിൽ നടക്കുകയാണെങ്കിൽ നമ്മളിപ്പോഴേ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 2 മാസം മുമ്പേ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ചെയർമാൻ ചാർജ് എടുത്തപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പല സ്ഥലത്താകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതാണ് പ്രായോഗികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ മേള ഒരു സ്ഥലത്ത് തന്നെ വേണമെന്ന് പറയുന്നത്. തങ്ങളുടെ മുന്നിലുള്ള ഒരു സ്വപ്ന പദ്ധതി ഫെസ്റ്റിവൽ കോംപ്ലക്സ് ആണല്ലോ. അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ ആക്കുളത്ത് ഫെസ്റ്റിവൽ കോംപ്ലക്സ് വരണം എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതല്ല, അത് നഗരപ്രദേശത്ത് തന്നെ കൊണ്ടുവരും എന്ന് അധ്യക്ഷനായ ശേഷം താങ്കൾ ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. പലതരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളുടെ ഒരു വലിയ സംഘർഷം നിലനിൽക്കുന്ന ഒരു ഇടമാണോ ചലച്ചിത്ര അക്കാദമി? ഇല്ല, അത് ചലച്ചിത്ര അക്കാദമി വരുമ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെ തീർച്ചയായിട്ടും നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നതാകുമ്പോഴും അക്കാഡമിക്കായിട്ട് സിനിമയെ സമീപിക്കുക എന്ന് പറയുമ്പോഴും വിരുദ്ധ ആശയങ്ങൾ വരും. അത് നമുക്ക് സ്വാഭാവികമാണ്. അത് പലർക്കും പല രീതിയിലാണ് അതിനെ നോക്കി കാണുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം എന്നതിനെ പറയാൻ പറ്റില്ല, അഭിപ്രായങ്ങളാണ്. അത് വന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്കുളത്ത് ഇങ്ങനെ ഫെസ്റ്റിവൽ കോംപ്ലക്സ് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള കൃത്യമല്ലാത്തൊരു വാർത്ത. അതായത് അക്കാഡമിയിൽ അതിൻ്റെ രേഖകളൊന്നും ഞാനിവിടെ നോക്കിയപ്പോൾ കണ്ടില്ല. അങ്ങനെ സ്ഥലമെടുത്തതായിട്ടോ അതല്ലെങ്കിൽ അത് തുടങ്ങാൻ പോകുന്നു എന്നുള്ളത് അക്കാഡമി ഒരു തീരുമാനമായിട്ട് എവിടെയും കണ്ടില്ല ഞാൻ. അപ്പോൾ അത് ഒരു എയറിൽ വന്നിട്ടുള്ള ഒരു വെറുതെ ഒരു ന്യൂസായിട്ട് എനിക്ക് തോന്നിയത്. അതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ നഗരത്തിൽ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. അതിന് കാരണം മന്ത്രിസഭയുടെ താല്പര്യം, മന്ത്രിയുടെ താല്പര്യമൊക്കെ തീർച്ചയായിട്ടും നഗരത്തിനകത്ത് വരണമെന്ന് തന്നെയാണ്. അല്ല, ഇപ്പോൾ തന്നെ ഈ പുതിയ കെട്ടിടം അല്ലെങ്കിൽ ഈ പുതിയ കോംപ്ലക്സ് വരണമെങ്കിൽ താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കവടിയാറിലുള്ള 3 ഏക്കർ ഭൂമി
അത് മന്ത്രിയിൽ നിന്ന് ചില ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട്, അതിനുള്ള ശ്രമം നടത്താമെന്ന്. അത് റവന്യൂ വകുപ്പിൻ്റെ കയ്യിലുള്ള ഭൂമിയാണ്. അത് പ്രതീക്ഷിക്കുന്നതിൽ പോലും ഒരു പരിധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. പക്ഷേ ടാഗോർ തിയേറ്റർ ഉണ്ട്, അത് ഒന്നാകെ വാങ്ങാൻ വേണ്ടി ഉള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എന്ന ചില സൂചനകളെല്ലാം വന്നിരുന്നു. ടാഗോർ തിയേറ്റർ ഇതിൻ്റെ ഭാഗമാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടോ? ടാഗോറിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സ്ഥലപരിമിതി. നമ്മൾ വിചാരിച്ച മാതിരി ഒരു സ്ഥലം അവിടെ ഇല്ല. കോംപ്ലക്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർ പാർക്കിങ്ങിന് പോലും സ്ഥലം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നഗരത്തിൻ്റെ അകത്ത് കാർ പാർക്കിംഗ് ഇല്ലാണ്ട് ഒരു പ്രസ്ഥാനം കൊണ്ടു നടക്കാൻ പറ്റില്ല. പിന്നെ ടാഗോർ തിയേറ്റർ സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, അതെല്ലാ കലാരൂപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അത് മുമ്പ് തൊട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ സിനിമയ്ക്ക് മാത്രമായിട്ട് അത് വിട്ടുതരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ടാഗോറിനെ മനോഹരമാക്കുന്നതിൽ അതിൻ്റെ വലിയൊരു പങ്ക് അവിടുത്തെ മരങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു കോംപ്ലക്സ് കെട്ടണമെന്നുണ്ടെങ്കിൽ സ്ഥലം ഉണ്ടാവണമെങ്കിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കണം എന്നുള്ളൊരു വലിയ പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പ്രായോഗികമാകും ടാഗോർ. അങ്ങനെ ഒരു നിർദ്ദേശം എന്തായാലും മന്ത്രിസഭയുടെ ഭാഗത്തുനിന്നോ മന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അല്ല, സാംസ്കാരിക വകുപ്പും സർക്കാരും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ ശരിയായ പരിഗണന നൽകുന്നുണ്ടോ ചലച്ചിത്ര അക്കാദമിക്ക്? ഉദാഹരണത്തിന് ഇപ്പോൾ ഈ നിൽക്കുന്ന കെട്ടിടം തന്നെ, ഇത് തന്നെ ഇപ്പോൾ ഒരു 5 കൊല്ലം മുമ്പ് ഇതിൻ്റെ റോഡിൻ്റെ എതിർവശത്തുള്ള മറ്റൊരു കെട്ടിടത്തിലായിരുന്നു. അങ്ങനെ ഒരു സ്ഥിരതയില്ലായ്മ അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ട രീതിയിലൊരു പരിഗണന കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടോ കേരള ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ച്? അല്ല, ഇപ്പോൾ ഇതൊരു വാടക കെട്ടിടത്തിലാണുള്ളത്. അത് സ്ഥിരം വേദി വരുന്നതിനൊപ്പം തന്നെ, ഫെസ്റ്റിവൽ കോംപ്ലക്സ് വരുന്നതിനോടൊപ്പം തന്നെ അത് മറ്റേ അക്കാദമിയുടെ ഓഫീസും അനുബന്ധ സംഭവങ്ങളും അതിനകത്തേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അക്കാദമിയുടെ ഇതിലുള്ളതാണ്, അജണ്ടയിലുള്ളതാണ്. അതിനുവേണ്ടി പല രീതിയിലും ഇതിനു മുമ്പുള്ള ചെയർമാന്മാരും കമ്മിറ്റിയൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചലച്ചിത്ര പ്രവർത്തകരൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വരുന്ന മുറയ്ക്ക് ഓഫീസ് അങ്ങോട്ട് വരും എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് സ്വന്തമായൊരു ഓഫീസ് എന്നുള്ളതിനെക്കുറിച്ച് അക്കാദമി ചിന്തിക്കാതിരുന്നത്. അതുകൊണ്ടാണ് തൽക്കാലം വാടക കെട്ടിടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അവിടെ ഓഫീസ് മാത്രമല്ല, അനുബന്ധമായിട്ട് ഇപ്പോൾ ഒരു റിസർച്ച് സെൻറ്റർ, ലൈബ്രറി, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു കോൺഫറൻസ്, പിന്നെ നമ്മളിപ്പോൾ ഈ ചലച്ചിത്ര അവാർഡുകൾ നിർണ്ണയത്തിന് ജൂറിക്ക് പടങ്ങൾ കാണാനും വിലയിരുത്താനും ഒക്കെ ആയിട്ടുള്ള കൃത്യമായ സ്ഥലമില്ല. ഒരു കേന്ദ്രം അക്കാദമിക്കില്ല. അക്കാദമി പലപ്പോഴും മറ്റ് സംഭവങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അതും അതിനൊക്കെ ഉള്ളൊരു ഇടമായിട്ട് മാറും. ശ്രീ കമൽ, സംവിധായകർക്ക് മാത്രം ഇരിക്കാനുള്ള ഒരു പദവിയാണോ കേരള ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനം? സംവിധായകർക്കെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും സിനിമയെ അക്കാദമിക്കായിട്ട് സമീപിക്കുന്ന, സിനിമയോട് ആ രീതിയിലുള്ള പ്രതിബദ്ധതയുള്ളൊരു ആളായിരിക്കണം അതിൻ്റെ അകത്ത് ഇരിക്കേണ്ടത്. പ്രത്യേകിച്ചും കലാകാരനായിരിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ല, കലാകാരൻ സിനിമയിൽ സംവിധായകൻ മാത്രമല്ല. അല്ല, സംവിധായകൻ മാത്രമായിട്ട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ വേണമെങ്കിൽ ക്യാമറാമാനാവാം, നിർമ്മാതാവിനാവാം, അങ്ങനെ ആർക്കു വേണമെങ്കിലും ആവാം, അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ കച്ചവട താല്പര്യങ്ങൾക്കുപരിയായിട്ട് ഒരു അക്കാഡമിക്കായിട്ട് സിനിമയെ സമീപിക്കണം. ഇപ്പം നമ്മൾ ചില സിനിമാ സംഘടനകളിൽ നിന്ന് വന്ന അഭിപ്രായമായിരിക്കും താങ്കൾ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. അവരുടെ താല്പര്യങ്ങൾ വേറെയാണ്, അതാണ് പ്രശ്നം. അത് കച്ചവട താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല. സംഘടനയുടെ താല്പര്യം പോട്ടെ, മറ്റ് പല മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ച ഒരുപാട് പേരുണ്ട്. അവരൊന്നും പരിഗണിക്കപ്പെടുന്നില്ല ഈ പദവിയിലേക്ക് എന്നതാണ് ഈ സംഘടനകൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, താങ്കളുടെ സ്ഥാനാരോഹണവുമായി അനുബന്ധമായി വന്നത്. അത് എനിക്കറിയില്ല, കാരണം അത് അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അക്കാഡമിയിൽ ഇതുവരെയും അങ്ങനെ നിർമ്മാതാക്കളുടെ സംഘടനയെന്നോ അല്ലെങ്കിൽ മറ്റ് വിതരണക്കാരുടെ സംഘടന ഒരാൾ ഇരുന്നിട്ടില്ല. ഇതിനു മുമ്പും എല്ലാ തവണയും സംവിധായകർ തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. സംവിധായകർ മാത്രമായിട്ട് ഒതുക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. കാരണം ഇപ്പോൾ നല്ലൊരു ക്യാമറാമാനോ എഴുത്തുകാരനോ ഒക്കെ ഇവിടെ ഇരിക്കാം, ഈ പദവിയിലിരിക്കാം. അതും ഇനിയും വരും, അങ്ങനെ വരുമായിരിക്കാം. അല്ല, ഫെഫ്കയുടെ പ്രസിഡന്റും മാക്ടിയുടെ ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിരുന്നിട്ടുള്ള താങ്കൾക്ക് സിനിമയിലെ എല്ലാ വിഭാഗം ആളുകളും ഇത്തരം കാര്യങ്ങളിൽ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നൊരു പൊസിഷൻ എടുക്കാമല്ലോ. അല്ല, അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അക്കാഡമിയെ മാത്രമായിട്ട് നമ്മളങ്ങനെ കാണില്ലല്ലോ. ഇപ്പോൾ KSFDC ഉണ്ട്. KSFDCയിൽ മുൻകാലങ്ങളിൽ പ്രൊഡ്യൂസർമാർ ഇരുന്നുണ്ട്. കഴിഞ്ഞ തവണ തന്നെ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് സാബു ചെറിയനായിരുന്നു അവിടെ. ക്ഷേമനിധിയിൽ സുരേഷ് കുമാറായിരുന്നു, അദ്ദേഹം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അന്ന് 2 സ്ഥാനത്ത്, പ്രധാനപ്പെട്ട 2 സ്ഥാനത്ത് നിർമ്മാതാക്കൾ ഇരുന്നപ്പോൾ ഞങ്ങളാരും എതിർക്കാൻ പോയിട്ടില്ലല്ലോ. അത് നിർമ്മാതാക്കൾ മാത്രമല്ല അവിടെ ഇരിക്കുന്നത്, എന്തുകൊണ്ട് സംവിധായകരെ പരിഗണിക്കില്ലെന്ന് ഫെഫ്കയോ അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ടെക്നീഷ്യൻസ് ആരും പറഞ്ഞിട്ടില്ല. ഇതുവരെയും ആ സ്ഥാനത്ത് സുകുമാരൻ ഇരുന്ന KSFDCയിൽ ഇരുന്ന് ഒഴിച്ചാൽ ഒരു വലിയ നടനോ നടിയോ അവിടെ ഇരുന്നിട്ടില്ല. ചലച്ചിത്ര അക്കാദമിക്കകത്ത് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള ഗ്രൂപ്പ് കളി ഉണ്ടോ ശ്രീ കമൽ? താങ്കൾ ഇപ്പോൾ അധികാരം ഏറ്റെടുത്തിട്ടുള്ളൂ, പക്ഷേ ഇതിന് മുൻപ് ഉണ്ടായിരുന്നവരൊക്കെ താങ്കളുടെ സുഹൃത്തുക്കളാണ്, സഹപ്രവർത്തകരാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ടേം പൂർത്തിയാക്കുന്നതിന് മുൻപ് രാജിവെച്ച് പോയ പ്രിയദർശൻ, അതിനുശേഷം രാജീവ് നാഥ്, ഇവരെല്ലാം പലതരത്തിലുള്ള ദുരനുഭവങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നതായി പിന്നീട് പല വഴികളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു രാഷ്ട്രീയം ഇതിനകത്ത് കളിക്കുന്നുണ്ടോ?
രാഷ്ട്രീയമാണോ ചില താല്പര്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല. പ്രിയദർശൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ അസൗകര്യങ്ങൾ കാരണം അദ്ദേഹം രാജിവെച്ചു എന്നുള്ളത്. അത് പുറത്തു പറഞ്ഞ കാരണങ്ങളാണ് ആയിരിക്കും. എനിക്ക് അതിൻ്റെ അകത്തെന്താണ് നടന്നിട്ടുള്ളത് എനിക്കറിയില്ല. രാജീവ്നാഥ് അദ്ദേഹത്തിൻ്റെ ടേം പൂർത്തിയാക്കി, ടേം മീൻസ് സ്വാഭാവികമായിട്ടും ഒരു മിനിസ്ട്രി മാറുമ്പോൾ താല്പര്യങ്ങളുണ്ടാവുമല്ലോ, പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട താല്പര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം ടൈം പൂർത്തിയാക്കിയിട്ട് അങ്ങനെയാണ് പോയത്. അല്ലാതെ അദ്ദേഹം രാജിവെക്കുകയോ അദ്ദേഹത്തെ പുറത്താക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ പൊളിറ്റിക്സാണ്. അത് തീർച്ചയായിട്ടും വ്യക്തികളുടെ ചില പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത്ര ശക്തമായ ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്സ് എങ്ങനെ ഇവിടെ വർക്കൗട്ട് ആവുന്നു? ജയന്തി നരേന്ദ്രനാഥ് എന്ന വ്യക്തി ഇവിടെ പ്രോഗ്രാംസിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. അവരുടെ നിയമനം സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ ആദ്യം ഒരു സർക്കാർ അവരെ മാറ്റാൻ തീരുമാനിക്കുന്നു, അവർ കോടതിയിൽ പോകുന്നു, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ അവരുടെ കാലാവധി നീട്ടിക്കൊടുക്കുന്നു, സർക്കാരിൽ നിന്ന് വീണ്ടും അനുകൂലമായ തീരുമാനമെടുക്കുന്നു, എക്സ്റ്റൻഷൻ വാങ്ങി ഇപ്പോൾ ശ്രീ കമൽ ഇവിടെ കയറുന്നതിന് തൊട്ട് ഒരാഴ്ച മുൻപാണ് അവർ ഇവിടെ നിന്നും പടിയിറങ്ങിയത്. വീണ്ടും അവർ ഇവിടേക്ക് വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വരെ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇതുപോലൊരു സംവിധാനത്തിനകത്ത് ഇതെല്ലാം നടക്കുന്നത്? എനിക്കതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രമില്ല, അത് ഞാൻ തുറന്നു പറയാം. മറ്റൊന്ന്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതാപരമായി തെറ്റുകളില്ലല്ലോ, അതെനിക്കറിയില്ല. കാരണം അത് ഇവിടുത്തെ മിനിറ്റ്സുകളൊക്കെ പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം. ഞാനതിൻ്റെ ഇതായിട്ട് പോയിട്ടില്ല. കാരണം കഴിഞ്ഞ കാലയളവിലെ ഭരണസമിതി എന്ത് ചെയ്തു എന്നുള്ളത് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ, അക്കാഡമിക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കഴിഞ്ഞ കഥയാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിനെപ്പറ്റി നമ്മളിനി ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ വല്ല പരാതി വന്നാൽ സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ അപ്പം നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം, അന്വേഷിക്കേണ്ട ഘട്ടം വരും. കാരണം സാംസ്കാരിക മന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് 2016 ജനുവരി 1 ശേഷമുള്ള നിയമനങ്ങൾ, സാമ്പത്തിക ക്രമക്കേടുകൾ, തിരിമറികൾ, ഇതിലെല്ലാം പ്രോപ്പറായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്നാണ്. അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ താങ്കൾക്ക് അത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. ആ സമയത്ത് തീർച്ചയായിട്ടും എടുക്കും, ആ നിലപാടെടുക്കും. ഇപ്പം എൻ്റെ മുമ്പിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ആൾ ഇപ്പോൾ ഇല്ല, അക്കാഡമിയിലില്ല. അക്കാഡമിയുടെ ടൈം പൂർത്തിയാക്കിയിട്ട് അവർ പുറത്തു പോയ സമയത്ത് ഇപ്പം എൻ്റെ മുമ്പിൽ അവരൊരു വിഷയമല്ല. കാരണം എന്താ പറയുക, ഇനിയിപ്പോൾ നമുക്ക് മുമ്പിലുള്ളതെന്ന് വെച്ചാൽ ഈ ടേം അവർ പോയി കഴിഞ്ഞപ്പോൾ ചില പോസ്റ്റുകൾ വേക്കൻ്റ് ഉണ്ട്. അവർ മാത്രമല്ല വേറെ ചില പോസ്റ്റുകൾ വേക്കൻ്റ് ഉണ്ട്. അത് ഫില്ല് ചെയ്യുകയും ആ ഫില്ല് ചെയ്യണ സമയത്ത് എന്താണ് ഇപ്പോൾ വേറെ ഏതെങ്കിലും പ്രഷർ വരുമെന്ന് എനിക്കറിയില്ല. പ്രഷർ വന്നാൽ അപ്പോൾ അത് ആ സമയത്താണ് നമ്മളതിനെ ഇത് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അടൂർ ഗോപാലകൃഷ്ണൻ ഈ താങ്കളിരുന്ന പദവിയിൽ ഇരുന്നപ്പോൾ ഒരു തീരുമാനമെടുത്തിരുന്നു, 50,000 രൂപയ്ക്ക് പുറത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പത്രത്തിൽ പരസ്യം ചെയ്യണം, ടെൻഡർ വിളിച്ചോ അതല്ലെങ്കിൽ കൊട്ടേഷൻ വഴിയോ വേണം ഇത്തരം കാര്യങ്ങളിൽ ആളുകളുടെ അവരുടെ ആവശ്യങ്ങൾ സ്വീകരിക്കാനെന്ന്. അത് പാലിക്കപ്പെടുന്നില്ല എന്ന ആക്ഷേപമുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി പല സാമ്പത്തിക ക്രമക്കേടുകളും തിരിമറികളും നടക്കുന്നുണ്ടെന്നാണ്. കമൽ ഈ പൊസിഷനിൽ വന്ന ശേഷം സ്ട്രിക്റ്റായിട്ട് അത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കും. സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയും എന്തായാലും സമ്മതിച്ചു കൊടുക്കില്ല. അത് എൻ്റെ അറിവിൽപ്പെട്ട് കഴിഞ്ഞാൽ, അറിവിലല്ല, അത് ഈ അക്കാഡമിയുടെ കീഴിൽ ഇനി ഉണ്ടായാൽ തീർച്ചയായും ശക്തമായി പ്രതികരിക്കും, ശക്തമായി നടപടിയെടുക്കുകയും ചെയ്യും. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. പിന്നെ ഈ 50,000 രൂപയ്ക്ക് മേലെ എന്ന് പറയുന്നൊരു സംഭവത്തിൽ ചില കാര്യങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ടെൻഡർ വിളിക്കേണ്ട ഘട്ടങ്ങളിൽ, ഇപ്പോൾ സർക്കാർ സ്ഥാപനമാകുമ്പോൾ ടെൻഡർ വിളിക്കേണ്ട കാര്യങ്ങളിൽ ടെൻഡർ വിളിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അടിയന്തര സ്വഭാവമുള്ള കാര്യങ്ങളിൽ അക്കാഡമി ചെയർമാനോ അക്കാഡമിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കോ സ്വതന്ത്രമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അല്ലാണ്ട് അതിന് കാലതാമസം വരുത്തിയിട്ട് കാര്യമില്ല. രാജീവ് നാഥ് കാലാവധി പൂർത്തിയാക്കി. അതായത് താങ്കൾ പറഞ്ഞത് ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാകും, അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറേണ്ടി വരും എന്ന് പറയുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ശ്രീ കമലും ഈ പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണല്ലോ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്ത് റൈറ്റാണ്, എന്ത് മോറൽ റൈറ്റാണ് താങ്കൾക്ക് സുരേഷ് ഗോപിയെയും മേജർ രവിയെയും എല്ലാം അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് പിന്നാലെ പോകുമ്പോൾ അവരെ വിമർശിക്കാനുള്ളത്? ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ വന്നതെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാനൊന്നാമതൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുമല്ല. എൻ്റെ രാഷ്ട്രീയ നിലപാടുകളാണ് ഞാൻ പറയുന്നത്. അത് എപ്പോഴും പറയുന്നതാണ്. അത് ഒരു പദവിക്ക് വേണ്ടിയിട്ടാണെന്ന് തെറ്റിദ്ധരിച്ച് എനിക്കൊന്നും പറയാനില്ല. കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഞാനിത് പറയുന്നുണ്ട് പല സമയത്തും. രാജീവ്നാഥ് പറഞ്ഞ ആ ചോദ്യത്തിൻ്റെ ഇന്ന് വരെ രാജീവ്നാഥ് അല്ല മനസ്സിലായി. അതെ, അതിലേക്ക് ഞാൻ പറയാം വിശദീകരിച്ചു. അപ്പോൾ രാജീവ്നാഥ് ടേം പൂർത്തിയാക്കി പോയി എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് സർക്കാർ പറയുകയും പുതിയ ഭരണസമിതി എടുക്കേണ്ടതുണ്ടെന്ന് സർക്കാർ പറയുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞത്.
പുതിയൊരാളെ നിയമിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ നിയമനം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് കാരണം അടിവരട്ട് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാനൊരു ചലച്ചിത്രകാരനാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് സംവിധായകനാണ് ഞാൻ. അപ്പോൾ എൻ്റെ സംവിധായകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എൻ്റെ പ്രവർത്തനത്തെ മാനിച്ച് എന്നെ അക്കാദമി അധ്യക്ഷനാക്കിയതാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തുള്ള യാതൊരു താല്പര്യങ്ങളെയും ഞാൻ പരിഗണിക്കുന്നില്ല, മുഖവിലക്കെടുക്കുന്നില്ല. അതൊരു കാര്യം. മറ്റത് ഇപ്പോൾ സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഇതേപോലെ കിട്ടിയൊരു പ്രതിഫലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേവലം ഒരു അടിസ്ഥാനരഹിതമായ പ്രസ്താവനയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സുരേഷ് ഗോപിക്കും അങ്ങനെ കിട്ടിയതാണെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് മാധ്യമങ്ങളിൽ വന്ന ഒരു തെറ്റായ ഒരു പ്രചരണമാണെന്ന് എനിക്ക് തോന്നുന്നു. സുരേഷ് ഗോപിയുടെ നിലപാടുകൾ കാണുമ്പോൾ ലജ്ജ തോന്നുന്നു. നിലപാടുകൾ കാണുമ്പോഴല്ല, അങ്ങനെയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് വിശദീകരിക്കുക. അത് അദ്ദേഹം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞ് നരേന്ദ്രമോദിയെ സന്ദർശിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ ഒരു പത്രപ്രസ്താവനയിൽ സുരേഷ് ഗോപി പറഞ്ഞൊരു അഭിപ്രായമാണ്, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളിൽ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടിമയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, എൻ്റെ വാക്കല്ല. സുരേഷ് ഗോപി പത്രക്കാരോട് നിങ്ങൾ അത് പരിശോധിച്ചാൽ മനസ്സിലാവും. മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലതാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടിമ. പ്രവർത്തനങ്ങൾ നല്ലതാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം സുരേഷ് ഗോപി എടുക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണെങ്കിൽ എനിക്ക് എതിർപ്പുണ്ടെന്നുള്ള അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ ഒരു അർത്ഥത്തിൽ മാത്രമാണ് അത് പറഞ്ഞത്. അങ്ങനെയാണ് അത് കണക്കാക്കുന്നത്. മേജർ രവിയുടെ കാര്യത്തിലോ? മേജർ രവി വളരെ ഫാസിസ്റ്റ് എന്താ പറയുക നിലപാടുകളുടെ ഒപ്പം നിന്നുകൊണ്ട് സംസാരിക്കുന്ന പല സന്ദർഭങ്ങളുണ്ടായിരുന്നു. അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. കാരണം ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ തോന്നുന്ന രീതിയിൽ ചില പ്രസ്താവനകൾ വന്നു. ഒരു കലാകാരൻ അങ്ങനെ പറയുമ്പോൾ അത് എതിർക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നു. സ്വന്തം രാഷ്ട്രീയ നിലപാടുകളും അല്ലെങ്കിൽ അവരോടുള്ള ലീനിയൻസിയൊക്കെ പരസ്യമായി പുറത്തു പറയുക, അങ്ങനെ സ്ഥാനമാനങ്ങൾ വരുമ്പോൾ അത് സസന്തോഷം സ്വീകരിക്കുക, അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ മലയാള സിനിമാ രംഗത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ അമ്മയിലൊക്കെ ഉള്ളവർ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കാലത്തും ചേരിതിരിഞ്ഞ് പ്രചാരണ രംഗത്ത് പോവുക, അതിൻ്റെ പേരിൽ അവർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം ഇല്ലാതാവുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. ഇത് ഗുണകരമാണ്. അപ്പോൾ ഇലക്ഷനിൽ നിൽക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം അങ്ങനെ നിൽക്കാൻ പാടില്ല എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് കലാകാരന്മാരില്ലേ, നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ അതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല. പിന്നെ ചേരി തിരിയാന്ന് പറയുമ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ രണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ രണ്ട് മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുകളും അതിൻ്റെ കൂടെ നിൽക്കുന്നവരും എതിർക്കുന്നവരൊക്കെ ഉണ്ടാവും. അത് കലാകാരന്മാർക്ക് പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? രാഷ്ട്രീയക്കാർക്ക് ചെയ്യുന്നില്ലേ, മറ്റുള്ളവർ ചെയ്യുന്നില്ല. അപ്പോൾ കലാകാരനത് ചെയ്യാം എന്നാൽ കാണേണ്ട കാര്യമുള്ളത്. വളരെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ ചോദിക്കാം. കമാലുദ്ദീൻ മുഹമ്മദ് മജീദ് എന്നാണ് കമൽ ആയത്? എന്താണ് ഈ പേരിൻ്റെ പിന്നിലുള്ള ഒരു കഥ? അയ്യോ, അതിന് മറ്റൊരു കഥയില്ല കേട്ടോ. എന്നെ വീട്ടിൽ വിളിച്ചിരുന്നത് കമൽ എന്നാണ്. കമലു എന്നൊക്കെയാണ് എന്നെ വീട്ടിൽ വിളിച്ചിരുന്നത്. എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മാവൻ പടിയെന്നുണ്ട്, ത്രാസത്തിൻ്റെ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രവർത്തിച്ചത്, ത്രാസ് എന്ന് പറഞ്ഞ സിനിമ. ആ ത്രാസ് എന്ന് പറഞ്ഞ സിനിമ കഴിയുമ്പോൾ ഈ കമാലുദ്ദീൻ എന്നുള്ള പേര് വേണ്ട, അദ്ദേഹം വളരെ സെക്യുലർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം അതെ, അതുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അഷ്റഫ് പടിയത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അഷ്റഫ് പടിയത്ത് എന്നല്ല വെച്ചത്, പടിയൻ എന്നാണ് വെച്ചത്. അദ്ദേഹത്തെ എല്ലാവരും പടിയൻ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്തും പറഞ്ഞത് അത് തന്നെയാണ്, എന്നിൻ്റെ പേര് മാറ്റാം, നമുക്ക് കമലിനാക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ടൈറ്റിലിൽ കമലിന് പേരിട്ടത്. തിരക്കഥാകൃത്ത് എന്ന നിലയിലല്ല, സംവിധായകൻ എന്ന നിലയിലാണ് ശ്രീ കമലിൻ്റെ സ്റ്റാമ്പ് മലയാള സിനിമയിലുള്ളത്. പക്ഷേ ആദ്യമായി ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് കഥ എഴുതിക്കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പിന്നെ ഒരു കഥ എഴുത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാതെ ഇപ്പോൾ ത്രാസത്തിന് ശേഷം പിന്നീട് കഥ എഴുത്താണ് അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാൻ എന്താ കാരണം? രണ്ടുമൂന്ന് കാര്യമുണ്ട്. ഒന്ന്, കഥ എഴുതി തിരക്കഥ എഴുതിക്കൊണ്ട് മദ്രാസിൽ ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ മദ്രാസിൽ ഞാൻ പറഞ്ഞത് അന്ന് സിനിമ മദ്രാസിലാണല്ലോ, എനിക്ക് തോന്നിയിരുന്നില്ല. സിനിമയിൽ പിടിച്ചു വെക്കാൻ പറ്റുമെന്നൊരു ഇതെനിക്ക് തോന്നിയിരുന്നില്ല. പിന്നെ സംവിധാനം എനിക്ക് വലിയൊരു ഇഷ്ടം, മോഹമുള്ള ഒരു മേഖലയായിരുന്നു. പ്രത്യേകിച്ചും നമ്മൾ ആ കാലത്ത് പി എൻ മേനോൻ, ഭരതൻ, ഐ വി ശശി ഇവരുടെയൊക്കെ സിനിമകളോട് വലിയൊരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അവരുടെ പോലെ ഒരു സംവിധായകനാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കീഴിലൊക്കെ നിന്ന് പഠിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ പിന്നെ എഴുത്തിൽ നിന്ന് മാറിയിട്ട് സംവിധാനത്തിലേക്ക് മാറും. അന്നത്തെ കാലത്ത് താങ്കളോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഫാസിലിനെ പോലെയുള്ള ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞ് പുതിയ തലമുറ വ്യത്യസ്ത സിനിമ രീതികളുമായി വന്നപ്പോൾ ഇനി ഈ പണിക്കില്ല എന്ന് പറഞ്ഞ് അവർ സ്വയം പിൻവാങ്ങി. ഏത് മാറുന്ന കാലത്തും മാറുന്ന ട്രെൻഡുകൾ അനുസരിച്ച് സിനിമയിൽ സജീവമായി നിൽക്കാൻ കഴിയും
എന്ന ഒരു വിശ്വാസമാണോ ശ്രീ കമലിനുള്ളത്? അതല്ല സ്വന്തം ഇതുവരെ പിന്തുടർന്ന സ്വന്തം ശൈലിയിൽ തന്നെ അതിന് എപ്പോഴും പ്രേക്ഷകർ ഉണ്ടാകുമെന്ന വിശ്വാസമാണോ സിനിമയിൽ മുന്നോട്ട് നയിക്കുന്നത്? നമ്മൾ സ്വന്തമായിട്ട് ഒരു ശൈലി ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ നമ്മൾ ചുറ്റിക്കറങ്ങാന്ന് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെയാണ് ഈ പറയുന്ന കാര്യം നമ്മൾ കാലഹരണപ്പെടുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ താങ്കൾക്കുള്ളതായി തോന്നുന്നു. ഇപ്പോൾ ഉട്ടോപ്പിയയിലെ രാജാവ് അതൊരു കമൽ ചിത്രമാണെന്ന് അവിശ്വസനീയമായി തോന്നി. അതെ അതെ, അല്ല അതിനെ ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ചില എന്താ പറയുക പടുകുഴിയിലല്ലേ ചതിക്കുഴിയിലേക്ക് ഞാൻ വന്ന് സ്വയം വീഴാറുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോൾ വീഴാറുണ്ട്. അതിനിപ്പോൾ എനിക്ക് ആരോടും പഴി പറയേണ്ട കാര്യമില്ല, എന്നെ തന്നെ സ്വയം പഴി പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് അത് കൺഫ്യൂഷനല്ല, എൻ്റെ ചിലപ്പോഴെങ്കിലും എന്താ പറയുക, ഞാൻ എൻ്റെ വഴി കൃത്യമാകാത്തതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണത്. കൺഫ്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. ഒരു സിനിമ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു, അത് ഞാൻ എടുക്കാതെ പോകുന്നു, അതാണ് പ്രശ്നം. മലയാളത്തിലെ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങൾ നമ്മൾ വിളിക്കുന്ന മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത്, താങ്കൾക്ക് ഒരുപക്ഷെ ചില റിസർവേഷൻസ് ഉണ്ടാവും അഭിപ്രായം പറയാൻ, ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഒരു പ്രേക്ഷക നിലയിൽ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ മോഹൻലാൽ തീരുമാനമെടുക്കുന്നു വർഷത്തിൽ 2-3 സിനിമകൾ ചെയ്താൽ മതി. മമ്മൂട്ടി അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ള ഒരാളോട് പറഞ്ഞത്, ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം ഷൂട്ടിംഗ് അവസാനിപ്പിക്കുന്ന സിനിമയാണെങ്കിൽ 365 ദിവസവും ഞാൻ അഭിനയിക്കുമെന്നാണ്. ഇത് ശരിയാണ്? അത് അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. എനിക്ക് അതിനോട് ശരിയും തെറ്റും പറയാനുള്ള അർഹതയില്ല എന്നാണ് ഞാൻ പറയാനുള്ളത്. എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം മമ്മൂട്ടിയെ സംബന്ധിച്ചോളം മമ്മൂട്ടി ഇന്നും സിനിമ പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം സിനിമയിൽ ക്യാമറയെ അഭിമുഖീകരിച്ചില്ലെങ്കിൽ അദ്ദേഹം വല്ലാതെ വീർപ്പൂട്ടുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. കുറേ ദിവസം സിനിമ ഷൂട്ടിംഗ് ഇല്ലാണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പുള്ളി പറയും ഞാൻ വല്ലാതെ അസ്വസ്ഥനാകുമെന്ന് പറയും. അതിന് കാരണം അദ്ദേഹത്തിന് പടമില്ല, ഔട്ടായി എന്നൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, അദ്ദേഹം ഔട്ടായിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് അത്രമാത്രം പാഷൻ, ഇപ്പോൾ കഴിഞ്ഞ 10-35 വർഷമായിട്ട് അദ്ദേഹം സജീവമായിട്ട് സിനിമയിൽ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ആ പാഷന് അടങ്ങാത്തൊരു കലാകാരനാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനത്തെ ഒരു കലാകാരൻ്റെ ആ പാഷനെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിരന്തരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. പിന്നെ എങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കണം, ഏത് തരം വേഷങ്ങൾ തിരഞ്ഞെടുക്കണം എന്നൊക്കെയുള്ളതും അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. മോഹൻലാലും അങ്ങനെ തന്നെയാണ്, ആ പാഷൻ അടങ്ങാത്ത ഒരാൾ തന്നെ. ഇവർ രണ്ടുപേരുടെയും പ്രധാന കാര്യം അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അവരെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. എന്നവർക്ക് അവരുടെ പാഷൻ ഇല്ലാണ്ടാവുന്നു അന്ന് അവർ നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ കമലിൻ്റെ ഒരു സിനിമ എടുത്തു വെക്കുകയും മകൻ ജനസ് മുഹമ്മദ് ചെയ്തൊരു സിനിമയും എടുത്തു വെച്ചാൽ 2 തലമുറയുടെ സിനിമകളായി നമുക്കതിനെ കാണാൻ കഴിയുമോ? മകൻ്റെ ഈ രംഗത്തേക്കുള്ള വരവിനെ, അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ഫിലിമിനെയൊക്കെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ വളരെ സന്തോഷപൂർവ്വമാണ് കാണുന്നത്. കാരണം മകന് പുതിയ തലമുറയുടെ സിനിമാ സങ്കല്പങ്ങളുടെ ഭാഗം തന്നെയാണ് അവൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവർ ഞങ്ങളെക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു തലമുറയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എൻ്റെ മകനെ മാത്രമല്ല, അവൻ്റെ തലമുറയിൽപ്പെട്ട ഒരുപാട് സംവിധായകരുണ്ട് അങ്ങനെ ചിന്തിക്കുകയും നമ്മളെ കേരളത്തിൻ്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അവരൊക്കെ. അതാണ് വ്യത്യാസം. ഇപ്പം ഞങ്ങളെപ്പോലുള്ള കുറച്ച് സംവിധായകർ ഇവിടുത്തെ പരിമിതികൾ, ഇവിടുത്തെ അന്തരീക്ഷത്തിലെ കൊച്ചു സിനിമകളിലേക്ക് ഒതുങ്ങിപ്പോയ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനെ മറികടക്കാനാണ് ഇപ്പോൾ അവരൊക്കെ ശ്രമിച്ചത്. ഇപ്പോൾ ജനൂസൊക്കെ അത് മറികടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നടന്മാരെ പറ്റി ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു ഇവരെ പറ്റി അഭിപ്രായം പറയാനുള്ള അർഹത ഇല്ല എന്ന്. പക്ഷേ ചില നടിമാരെ പറ്റിയൊക്കെ വളരെ തുറന്ന അഭിപ്രായം പറയുന്ന ആളാണല്ലോ ശ്രീ കമൽ. താങ്കൾ മാധ്യമത്തിൽ എഴുതിയിരുന്ന ആ കോളത്തിൽ എൻ്റെ വെയിൽ ഞരമ്പുകളിലെ പച്ചയും പൂക്കളും എന്ന ആ തലക്കെട്ടിൽ വന്ന കോളത്തിൽ താങ്കൾ എഴുതി, മീര ജാസ്മിൻ സ്വയം ഇല്ലാതായി പോയ ഒരു നടിയാണെന്ന്. അതിനവരുടെ പെരുമാറ്റത്തെ താങ്കൾ കുറ്റം പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ഇനി മീരയുമായി ഒരു സിനിമ ചെയ്യില്ല എന്ന തീരുമാനമെടുത്തു. എന്താണ് മീര ജാസ്മിൻ്റെ യഥാർത്ഥ പ്രശ്നം സംവിധായകൻ നിലയിൽ താങ്കൾ മനസ്സിലാക്കിയത്? മീരയായിട്ടുള്ളതെന്ന് വെച്ചാൽ വെറും വ്യക്തിപരമായിട്ടുള്ള ആ ഒരു പ്രശ്നമായിരുന്നു. അത് എനിക്ക് മാത്രം ഉണ്ടായൊരു പ്രശ്നമല്ല. എന്നെപ്പോലെ തന്നെ മറ്റു പല സംവിധായകർക്കും പല സിനിമകളിലും ഇത്തരം അനുഭവം ഒരു നടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് അവരങ്ങനെ ആകാൻ പാടില്ലായിരുന്നു. അതാണ് ഞാനത് പറയുന്നത്. അത് ഞാൻ ഒരുപക്ഷെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീരയെ മാത്രം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മീരയെപ്പോലെ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നടികളും നടന്മാരും ഒക്കെ ഉണ്ട്. ഞാനിത് നേരത്തെ താങ്കൾ ചോദിച്ചല്ലോ, ഇപ്പോൾ നടന്മാരെ പറ്റി താങ്കൾ പറയാൻ പറ്റില്ല എന്ന്. അത് ഞാൻ പറഞ്ഞ മമ്മൂട്ടിയെ മോഹൻലാലിനെ കുറിച്ചാണ്. കാരണം ഞാൻ അവരെ കാണുന്നത് വേറൊരു തലത്തില്ല, ഞാൻ ഈ പാഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത്തരം പാഷൻ മീര ജാസ്മിൻ ഉണ്ടായിരുന്നെങ്കിൽ മീര ജാസ്മിൻ എങ്ങനെ പെരുമാറിയാലും ഞങ്ങളൊരിക്കലും മീര ജാസ്മിനെ കുറ്റം പറയില്ല. അതാണ് ഞാനീ പറയുന്നത്. ആ പാഷൻ ഉണ്ടോ എന്നുള്ളതാണ്. മീര ജാസ്മിന് അതുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ അതിനെതിർത്തത്, മീര ജാസ്മിൻ്റെ പെരുമാറി. പക്ഷേ ഞാൻ മാത്രമേ അത് തുറന്നു പറയാൻ ധൈര്യപ്പെട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. കമല സുറയ്യ എന്ന മാധവിക്കുട്ടി സിനിമയ്ക്കുള്ള ഒരു സ്റ്റഫാണെന്ന് എപ്പോഴാണ് തോന്നിയത്?
ഒരുപാട് കാലമായിട്ട് ഞാൻ വായിക്കുന്ന കാലം വെച്ചാൽ മാധവിക്കുട്ടിയെ കൂടുതൽ വായിക്കാൻ തുടങ്ങിയ കാലം മുതലേ മാധവിക്കുട്ടിയുടെ കഥകളിലെ സിനിമാ സാധ്യതകളെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ചില സിനിമകളൊക്കെ നമുക്കറിയാലോ വന്നിട്ടുണ്ട്. ഇപ്പം മഴ, മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരിയെക്കുറിച്ച് ലീൻ രാജേന്ദ്രൻ എടുത്ത പടമാണ്. അപ്പോൾ ഓരോ അനുഭവങ്ങളിലും അവർക്ക് അല്ലെങ്കിൽ അവരുടെ ഓരോ കഥകളിലും ഒരു സിനിമയുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ മാധവിക്കുട്ടിയുടെ മൊത്തം ജീവിതം ഒരു സിനിമയ്ക്ക് വിഷയമാകണം എന്ന് തോന്നി തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അതിന് കാരണം അവരെ കൺവേർഷനുമായിട്ടൊക്കെ ബന്ധം മതം മാറി അവരുണ്ടാക്കിയ കോൺട്രവേഴ്സിയുടെ 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ കഥ എഴുതിയ കാലഘട്ടത്തിൽ അവർ ഒരു തുറന്നു പറച്ചിലുകളുടെ ഒരു ഇത്, അന്ന് ഒരു എഴുത്തുകാരനോ പ്രത്യേകിച്ച് എഴുത്തുകാരി ഒരു സ്ത്രീ അങ്ങനെ ഒരു തുറന്നു പറച്ചിലെന്ന് പറയുന്നത് ഒരുപക്ഷെ അവരുടെ സ്വപ്നലോകത്ത് നിന്നുകൊണ്ട് അവരുടെ ഫാൻറ്റസിയുടെ ഒരു ലോകത്ത് സംഭവിച്ച ഒരു കാര്യങ്ങളായിരിക്കും അവർ സ്വന്തം അനുഭവങ്ങളെന്ന് പറഞ്ഞിട്ട് അവർ എഴുതിയിട്ടുണ്ടാവുക. അത് അവർ തന്നെ അതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എന്നെക്കുറിച്ചാണല്ലോ ഞാൻ അങ്ങനെ എഴുതിയത്, ഞാൻ മറ്റൊരാളെ കുറിച്ചല്ലല്ലോ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പക്ഷേ എന്തുകൊണ്ട് അവരങ്ങനെ എഴുതി, അല്ലെങ്കിൽ ഏത് മാനസികാവസ്ഥയിലാണ്, അതിൽ എത്രമാത്രം ശരിയുണ്ട് സത്യമുണ്ട് എന്നൊക്കെയുള്ള വിശകലനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചിന്തിച്ചപ്പോഴാണ് അതിലൊരു വലിയ സിനിമയില്ലേ. കാരണം അങ്ങനെ ഒരു മാധവിക്കുട്ടി മാത്രമേ ഉള്ളൂ മലയാളത്തിൽ, ഇല്ലേ? അങ്ങനെ ഒരു സ്ത്രീ, ഒരു എഴുത്തുകാരി, ഒരു വ്യക്തിത്വം മാധവിക്കുട്ടി മാത്രമേ ഉള്ളൂ. താങ്കൾ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ, സിനിമയിലായാലും ഈ പുതിയ പദവിയിലായാലും. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ.